ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ പകലിൽ ശുഭ്കരൺ സിംഗ് വളരെ നേരത്തെ എഴുന്നേറ്റു. ഖനൗരിയിലെ ട്രാക്ടറുകൾക്കിടയിൽ കൂട്ടിയ അടുപ്പിൽ ഭക്ഷണം വെച്ചു. ഉറ്റവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഉച്ചയ്ക്ക് കർഷകരും പോലീസും ഏറ്റുമുട്ടി. തലയ്ക്ക് പിറകിൽ പരുക്കേറ്റ് ശുഭ്കരൺ മരിച്ചു. സമരമിരിക്കുന്ന കർഷകർ മാത്രമല്ല, പഞ്ചാബിലെ ബല്ലോ ഗ്രാമവും മൂകം. കാലി വളർത്തിയും വയലിൽ പണിയെടുത്തുമാണ് ശുഭ്കരൺ സിംഗ് വീട് പുലർത്തിയത്. 10ാം ക്ലാസ് കഴിഞ്ഞതു മുതൽ ശുഭ്കരൺ മുഴുവൻ സമയവും കൃഷിപ്പണിയിലാണ്. അമ്മ നേരത്തെ മരിച്ചുപോയി. മുത്തശ്ശിയും അച്ഛനും 2 സഹോദരിമാരും. അച്ഛൻ രോഗിയാണ്, എങ്കിലും ഒരു സ്കൂൾ ബസ്സിൽ സഹായിയായി പോകുന്നു. മാസം 3000 രൂപ ശമ്പളം. ഒരു സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു. രണ്ടാമത്തെയാൾ +2 കഴിഞ്ഞിരിക്കുന്നു. കുടുംബം പോറ്റിയത് ശുഭ്കരണാണ്. എല്ലാം തീർന്നുപോയി. സർക്കാരെ, ഇതോ നീതിയെന്ന് ഗ്രാമം ചോദിക്കുന്നു. ਐਡੀ ਮਾੜੀ ਘਟਨਾ ਵਾਪਰੀ ਹੈ ਵੀ ਉਹੀ ਘਰੇ ਸੀ, ਹੋਰ ਸਾਡੇ ਕੋਈ ਬੱਚਾ ਨਹੀਂ ਘਰੇ. സമരമിരിക്കുന്ന കർഷകർ, കൊല്ലപ്പെട്ട കർഷകൻ. പഞ്ചാബും ഹരിയാനയും സമരത്തിൻ്റെ പുതിയ വേലിയേറ്റത്തിലാണ്. വിള നൽകിയ നിലങ്ങൾ വിശപ്പ് നൽകി തുടങ്ങിയപ്പോഴാണ് ശുഭ്കരൺ സിംഗും അനേകം കർഷകരും ഡൽഹിയിലേക്ക് ഒരു സമരമായി മുന്നേറിയത്. അതുകൊണ്ട് മാത്രമാണ് കൊല്ലപ്പെടുകയും ചെയ്തത്. അപ്പോഴും ശുഭ്കരൺ സിംഗും ബാക്കിയുള്ള കർഷകരും ഉയർത്തിയ മുദ്രാവാക്യം പ്രസക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിന് മുന്നിൽ. ശുഭ്കരൺ സിംഗ് കൃഷി ചെയ്ത് ജീവിച്ച ബല്ലോ ഗ്രാമത്തിലെ വയലിൽ നിന്ന് ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.